ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ മനോഹര ദിവസത്തിൽ കർത്താവിൻ്റെ സന്നിധിയോട് ചേർന്ന് വരുവാൻ, ഒന്നിച്ച് പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥനയോട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാവരും ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കൊയർ ഇപ്പോൾ ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ പാടും. നമുക്ക് ധ്യാനത്തോട് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയ നിലങ്ങൾ ഒരുങ്ങപ്പെടുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുവാൻ ഇടയാകട്ടെ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ എന്നുള്ള പാട്ട് പാടുമ്പോൾ നമുക്ക് ഒന്നിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോട് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയോട് നമുക്കായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
മുറ്റും കരുണീതാ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ രക്തത്തിൻ്റെ വിലകളായ അടിയങ്ങൾക്ക് കർത്താവേ, ഒന്നിച്ച് അവിടുത്തെ പാദപീടെ ചേർന്ന് വന്ന് തിരുമുഖത്തേക്ക് നോക്കുവാൻ പല സ്ഥലങ്ങളിൽ ഞങ്ങളായിരിക്കുന്നുവെങ്കിലും കർത്താവേ, ഒരു മനസ്സോട് ഏകഹൃദയത്തോട് അവിടുത്തെ പാദപീടെ ചേർന്ന് വന്ന് അങ്ങേ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഈ അനുഗ്രഹീത ദിവസം വേർതിരിച്ചിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച വട്ടം ഞങ്ങളെ വിട്ട് കടന്നുപോയി. ആയിരുന്നിടങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപയും സാന്നിധ്യം ഞങ്ങളോട് കൂടെയിരുന്നു. അവിടെ ഞങ്ങളെ പരിപാലിച്ചു. സമാധാനത്തോടെ ഒരിക്കൽ കൂടി കർത്താവെ അങ്ങയുടെ പാദം ചേർന്ന് വരുവാൻ, കർത്താവെ തിരുമുഖത്തേക്ക് നോക്കി നന്ദി കരയേറ്റുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ഞങ്ങളെ സ്നേഹിച്ച സ്നേഹമോർത്ത്, ഹല്ലേലൂയ, കാൽവറിയിലൂടെ ഞങ്ങളെ സ്നേഹിച്ച ആ വലിയ സ്നേഹമോർത്ത് അങ്ങയുടെ പാതാര വൃന്ദങ്ങളിൽ കർത്താവെ സ്തോത്രം, നന്ദിയുള്ളവരേതോടെ അങ്ങേ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവെ ഇന്ന് ഞങ്ങളെ കൂട്ടി വരുത്തിയിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. സകലത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമാണ്, നീ ഞങ്ങളുടെ കോട്ടയാണ്. കർത്താവെ, നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. പർവ്വതങ്ങളെ ഉണ്ടാക്കുന്നതിന് മുൻപ്, ഹല്ലേലൂയ കർത്താവേ സ്തോത്രം, ഭൂമിയും ഭൂമണ്ഡലങ്ങളെ നിർമ്മിക്കുന്നതിന് മുന്നമേ കർത്താവെ നീ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങേ ആരാധിക്കുവാൻ, അങ്ങയുടെ പാദപീഠ സമർപ്പിക്കപ്പെടുവാൻ കർത്താവേ നീ ഞങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യത്തിനാണ് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, അവിടുത്തെ ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കുവാൻ, ഹല്ലേലൂയ കർത്താവേ പരിശുദ്ധാത്മാവിനാൽ ജയമെടുത്ത് ഹല്ലേലൂയ അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പൈതങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ യൗവനക്കാർക്കായിട്ട്, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ മാതാപിതാക്കൾക്കായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തരുന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ, നടക്കേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ നീ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണം. അവിടുത്തെ ആത്മീക സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കുവാൻ കർത്താവേ സ്തോത്രം, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കുവാൻ, അവിടുന്ന് ഞങ്ങളെ തൊടുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം കർത്താവേ അവിടുത്തെ സന്നിധിയിൽ സമർപ്പണത്തോടെ ഞങ്ങളായിരിക്കുന്നു. പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട്, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ട്, സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കിക്കാട്ട്, വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങളുടെ മുന്നിൽ തുറന്നു തന്നാട്ട്, നന്ദിയുള്ള ഹൃദയത്തോടെ സന്തോഷിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകലിൽ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആദ്യോടെന്തോ അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെയിരിക്കും. സകല ശുശ്രൂഷയും അങ്ങയുടെ നാമത്തിനും മഹത്വത്തിനും ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും കാരണമാക്കും. പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും അതാത് സ്ഥലങ്ങളിലിരിക്കാം. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ ദൈവത്തെ വീണ്ടും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ഓർക്കുകയും ദൈവത്തിന് സ്തുതി കരയേറ്റുകയും ചെയ്യുന്നു. നാം ചില പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. പ്രാരംഭമായിട്ട് ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ എന്നുള്ള പാട്ട് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും ഇടം മറന്ന് പരിസരം വെടിഞ്ഞ് കർത്താവിനെ സ്തുതിക്കുവാൻ, ഹല്ലേലൂയ കരങ്ങളെ തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. എല്ലാവരും നാം ഒന്നിച്ചായിരിക്കുമ്പോൾ ആ പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ. ഹല്ലേലൂയ. സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാതാ
ദയലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ ദയലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം ഓ മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത് ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത് സ്തുതിച്ചിടാം വെള്ളത്തിലിരച്ചിൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയിൽ സ്തുതിച്ചിടാം വെള്ളത്തിലിരച്ചിൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയിൽ ദയലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ ദയലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം യേശു തൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം യേശു തൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദ നാളരുടെ ഉറപ്പോടെ നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദ നാളവിനെ ദയലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ ദയലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം ആരാധിക്കാം മാധുര്യരാഗമം ഗീതങ്ങളാലെ ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത് ദൈവ കുഞ്ഞാടവൻ
ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹീതമായ ദൈവിക സാന്നിധ്യത്തിനായിട്ട്, ദൈവിക അനുഭവത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുவோம், അതിന് യോഗ്യൻ കർത്തനത്രേ. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവിൻ്റെ കൃപയാൽ ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുவோம். ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ കരുണ, കർത്താവിൻ്റെ ആ ദയ ലഭിച്ചവർ ഹല്ലേലൂയ ചേർന്ന് പാടി ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ആ വാക്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് ഇടയാകട്ടെ. ദയ ലഭിച്ചവർ നാം സ്തുതിച്ചിടുவோം, അതിനു യോഗ്യൻ യേശു. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങി, അവിടുത്തെ രക്തത്താൽ തൻ തിരുമേനി അറുക്കപ്പെട്ടു, തൻ രുധിരത്തൻ വിലയാൽ വാങ്ങിയതാൽ ഹല്ലേലൂയ. കർത്താവിൻ്റെ സകല കരുണയ്ക്കായിട്ട് നാം ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ അവൻ നമ്മെ കണ്ടിരുന്നു. ആ സ്നേഹത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കാൻ, കാൽവറി ക്രൂശിലൂടെ നമ്മെ വീണ്ടെടുത്തിരിക്കാൻ ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ വീണ്ടെടുത്തത് നാം ചെയ്ത പുണ്യപ്രവർത്തികളാലല്ല, നാം ചെയ്ത നല്ല പ്രവൃത്തികളാലല്ല, മറിച്ച് കർത്താവിൻ്റെ ദയയാൽ, അവൻ്റെ കരുണയാൽ, അവൻ്റെ കൃപയാൽ അവൻ നമ്മളെ വീണ്ടെടുത്തിരിക്കുക. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടി ഇന്ന് പകലിലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. ഹല്ലേലൂയ. വീണ്ടും നന്ദിയുള്ള ഹൃദയത്തോട്, ഹല്ലേലൂയ, സമർപ്പണത്തോട്, ധ്യാനത്തോട്, പ്രാർത്ഥനയോട് കാൽവറി ക്രൂശിനായിട്ട് നന്ദി പറഞ്ഞ്, ആ ക്രൂശിലൂടെ ഒഴുകിയ രക്തത്തിനായിട്ട് നന്ദി പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വീണ്ടും ആയിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകിയാൽ ചേർന്ന് വീണ്ടും പാടാം നമുക്ക്. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ബലമായ കർത്തനിൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തനിൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സംഗീതം യേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സംഗീതം യേശുവത്രേ. തള്ളതൻ കുഞ്ഞിനി മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ
നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഒന്നിച്ച് അവിടുത്തെ പാദപീഠ ചേർന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, പാടി സ്തുതിക്കുവാൻ നീ ഞങ്ങൾക്കിടയാക്കിയല്ലോ. എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകിയാൽ പാടിയിടും ഞാൻ ഉലകിൽ. അങ്ങയെ ചേർന്ന് സ്തുതിക്കുവാൻ, പാടുവാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർത്താവേ, നിൻ്റെ ജനമായ അടിയങ്ങൾക്ക് ഈ ലഭിക്കുന്ന മഹാഭാഗ്യത്തിനായിട്ട് ഈ മൺകുടാരത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ, ഈ ലോകത്തിൽ ഞങ്ങൾ ജീവനോടെ ആയിരിക്കുമ്പോൾ കർത്താവെ, ഏകഹൃദയത്തോട് അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കി പാടി അങ്ങയെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ വിലയേറിയ അവസരത്തിനായിട്ട് ഞങ്ങൾ ഇതിനെ വീണ്ടും നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ധ്യാനത്തോടും പ്രാർത്ഥനയോടും കർത്താവിനെ ഹല്ലേലൂയ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം തിരുവചനത്തിൻ്റെ ഭാഗത്ത് നിന്ന് വായിച്ച് കേൾക്കുവാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് എല്ലാവരും കരങ്ങളിൽ ബൈബിളുള്ളവരെല്ലാവരും ബൈബിൾ എടുത്തായിട്ട് ഋതു തോമസ് മുന്നോട്ട് കടന്നു വരികയും ബൈബിൾ റീഡിങ്ങിൽ നമ്മെ സഹായിക്കുകയും ചെയ്യും. ഋതു തോമസ്. Praise Lord. Colossians chapter 1. Paul, an apostle of Jesus Christ by the will of God, and Timotheus our brother, to the saints and faithful brethren in Christ which are at Colossae, grace be unto you and peace from God our Father and the Lord Jesus Christ. We give thanks to God and the Father of our Lord Jesus Christ, praying always for you. Since we heard of your faith in Christ Jesus, and of the love which ye have to all the saints, for the hope which is laid up for you in heaven, whereof ye heard before in the word of the truth of the gospel, which is come unto you, as it is in all the world, and bringeth forth fruit, as it doth also in you, since the day ye heard of it, and knew the grace of God in truth. As ye also learned in Epaphras, our dear fellow servant, who is for you a faithful minister of Christ, who also declared unto us your love in the Spirit. For this cause we also, since the day we heard it, do not cease to pray for you, and to desire that ye might be filled with the knowledge of his will in all wisdom and spiritual understanding, that ye might walk worthy of the Lord unto all pleasing, being fruitful in every good work, and increasing in the knowledge of God, strengthened with all might according to his glorious power, unto all patience and long-suffering with joyfulness, giving thanks unto the Father, which hath made us meet to be partakers of the inheritance of the saints in light, who hath delivered us from the power of darkness, and hath translated us into the kingdom of his dear Son, in whom we have redemption through his blood, even the forgiveness of sins, who is the image of the invisible God, the firstborn of every creature. For by him were all things created, that are in heaven and that are in earth, visible and invisible, whether they be thrones or dominions or principalities or powers. All things were created by him and for him. And he is before all things, and by him all things consist. And he is the head of the body, the church, who is the beginning, the firstborn from the dead, that in all things he might have the preeminence. For it pleased the Father that in him should all fullness dwell, and having made peace through the blood of his cross, by him to reconcile all things unto himself. By him I say, whether they be things in earth or things in heaven. And you that were sometime alienated and enemies in your mind by wicked works, yet now hath he reconciled in the body of his flesh through death, to present you holy and unblameable and unreprovable in his sight. If ye continue in the faith grounded and settled, and be not moved away from the hope of the gospel which ye have heard, and which was preached to every creature which is under heaven, whereof I, Paul, am made a minister, who now rejoice in my sufferings for you, and fill up that which is behind of the afflictions of Christ in my flesh for his body's sake, which is the church, whereof I am made a minister according to the dispensation of God, which is given to me for you to fulfill the word of God, even the mystery which hath been hid from ages and from generations, but now is made manifest to his saint. To him God would make known what is the riches of the glory of this mystery among the Gentiles, which is Christ in you, the hope of glory, whom we preach, warning every man and teaching every man in all wisdom, that we
may present every man perfect in Christ Jesus. Whereunto I also labor, striving according to his working, which worketh in me mightily. വായിച്ചു കേട്ട അനുഗ്രഹീതമായ വേദഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് ആ വേദവചനത്തിനായിട്ട് ദൈവത്തിന് നന്ദി കരയറ്റാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഇന്ന് അതിൽ നിന്നൊരു പ്രബോധനം കേൾക്കുന്നില്ല എങ്കിലും ആ വചനം നമ്മളോട് ഇടപെടുകയും അത് നമുക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവിക വചനം. ഹല്ലേലൂയ. സ്വർഗത്തിൽ അത് ഭൂമിയിൽ എഴുതുന്നതിന് മുന്നമേ, ഈ ബൈബിളിൽ നമ്മൾക്ക് എഴുതി നമ്മുടെ കരങ്ങളിൽ ലഭിക്കുന്നതിന് മുന്നമേ അത് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുവചനം നമ്മളെ അത് പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വേദവചനത്തിനായിട്ട് അതിലെ ഓരോ വാക്യങ്ങളും നമുക്ക് അനുഗ്രഹമായി, നമുക്ക് ജീവനായി, ശക്തിയായി, ഹല്ലേലൂയ, അത് ചൈതന്യമായി, നമുക്ക് എല്ലാ നിലയിലും അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പണത്തോടെ ആയിരിക്കാം. തുടർമാനമായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൻ്റെ സന്നിധിയിൽ അറിയിച്ച് നാം പ്രാർത്ഥനയോട് അപേക്ഷിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ട് നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. 5 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം തുടർമാനമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ. കാൽവറിയിലൂടെ നമ്മെ വീണ്ടെടുത്തിരിക്കുന്ന ആ വലിയ ദൈവസ്നേഹം അത് ലോകത്തെ അറിയിക്കുവാൻ, എന്താണ് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച ആ നിരപ്പിൻ്റെ ശുശ്രൂഷ അത് ലോകത്തെ അറിയിക്കുവാൻ നമ്മെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട്, അതിനു വേണ്ടുന്ന എല്ലാ ആത്മീക അനുഗ്രഹവും നമ്മുടെ മേൽ പകരപ്പെടേണ്ടതിനായിട്ട് നമുക്ക് സമർപ്പണത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട്, ആ വലിയ ദൗത്യം, ആ മഹാദൗത്യം അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അനേക പോഷക സംഘടനകളുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഇന്നർ സർക്കിളുണ്ട്. അതിനെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് ചർച്ചിനായിട്ട് പ്രാർത്ഥിക്കാം. തുറന്നോസിൻ്റെ പാഠശാല എന്ന സാറ്റർഡേസിലെ ബൈബിൾ ക്ലാസ്സിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 24 മണിക്കൂറും ഗ്രേസ് ഗോസ്പൽ പ്രക്ഷേപണം ചെയ്യുന്ന TGTV അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹിന്ദി മേഖലകളിൽ നടക്കുന്ന ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നർ സർക്കിളിനായിട്ട് 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ആ ഇന്നർ സർക്കിളിൻ്റെ എല്ലാ മെമ്പേഴ്സിനായിട്ട് കുടുംബമായിട്ട് അവർ അനുഗ്രഹിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി, ഹല്ലേലൂയ, അനുഗ്രഹത്തോടെ നിൽക്കുവാൻ എല്ലാവരും ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട്, ഈ ദൗത്യം ഏറ്റെടുത്ത് പല സ്ഥലങ്ങളിൽ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ദൈവിക ശുശ്രൂഷകളുണ്ട്. അവിടുത്തെ ദൈവദാസന്മാരുണ്ട്. ആ ദേശങ്ങളിലെയൊക്കെ പ്രവർത്തനങ്ങളുണ്ട്. അതെല്ലാം അനുഗ്രഹമായിട്ട് നടക്കുവാൻ ഓരോ സ്ഥലങ്ങളിലും കർത്താവിൻ്റെ മഹത്വമുള്ള സാക്ഷികളായിട്ട് എല്ലാവരും നിന്ന് നെഞ്ചും നെറ്റിയും കാണിച്ച് കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ ക്രൂശിൻ്റെ സാക്ഷികളായിട്ട് നിൽക്കുവാൻ, അവിടെയൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവിക കരം അനുകൂലമായി കാണുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് അവരെയൊക്കെ അനുഗ്രഹിച്ച് ആ ദേശങ്ങളിലൊക്കെ പ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നോർത്ത് ഇന്ത്യയിലൊക്കെ വിശേഷാൽ പല പ്രയാസങ്ങൾ കടന്നു പോകുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരുതലും പരിപാലനവും ഈ ദൈവിക സന്ദേശം എത്തിക്കുവാൻ എല്ലാ നിലയിലും ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രാർത്ഥനയ്ക്കായിട്ട് രോഗങ്ങളിൽ, ദുഃഖങ്ങളിൽ, പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, സാമ്പത്തികമായി മാനസികമായി വ്യഥകൾ അനുഭവിക്കുന്നവർ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളോട് അപേക്ഷിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ദൈവം സഹായിക്കേണ്ടതിനായിട്ടും തക്ക സമയത്ത് വേണ്ടുന്ന വിടുതൽ കർത്താവ് കൊടുത്ത് സമാധാനത്തോടെ, സൗഖ്യത്തോടെ അവരെ ദൈവം പരിപാലിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ, ഈ ആരാധനയിൽ ഒന്നിച്ചായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പലരും പലവിധ പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ടായിരിക്കുന്നുണ്ടെങ്കിലും നമ്മളോട് പറയുന്നില്ല എങ്കിലും ഹൃദയത്തിൽ ധ്യാനിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ചിരിക്കുന്ന ആ വിഷയങ്ങളിലൊക്കെ കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ, നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വിഷയത്തിൽ ദൈവിക ശക്തി ഇറങ്ങുവാൻ, വ്യാപരിക്കുവാൻ, അതിലൊക്കെ കർത്താവിൻ്റെ മഹത്വം കാണുവാൻ നിങ്ങൾ പ്രാർത്ഥനയിൽ സകല ആവശ്യങ്ങളും പ്രാർത്ഥനയോട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അറിയിക്കുക. അതിന്മേൽ ദൈവിക ശക്തി ഇടപെടും, വ്യാപരിക്കും എന്ന് നമ്മളോട് തിരുവചനത്തിൽ കൂടി അറിയിച്ചിരിക്കുമ്പോൾ ആ വിഷയങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നടക്കേണ്ടുന്ന ശുശ്രൂഷകളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന എല്ലാ വേദവചന ശുശ്രൂഷയും ഒക്കെ അനുഗ്രഹമായി തീരുവാൻ, അനേകർക്ക് അത് ആശ്വാസമായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടയ്ക്കാം. ഒരു വാക്കിൽ വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. വിശുദ്ധ സഭായോഗമായിട്ട് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമസ്ത വിഷയങ്ങളിലും കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാട്ട്. വിശേഷാൽ കർത്താവെ, രോഗങ്ങളിൽ, പ്രയാസങ്ങളിൽ,
കർത്താവെ, ഇൻസ്റ്റൻ്റായിട്ട് ദൈവിക പ്രവൃത്തി കാണുവാൻ ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഹല്ലേലൂയ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും അവിടുത്തെ കരമനുകൂലമായി കാണുവാൻ അവിടുന്ന് സഹായിച്ചാട്ട്. പല വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്. അവരുടെ ഹൃദയങ്ങളെ, ഹല്ലേലൂയ അവരുടെ മനസ്സുകളെ കർത്താവ് സ്വർഗീയ സമാധാനത്താൽ നിറയ്ക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തെ, സമാധാനത്തെ ഒക്കെ കർത്താവ് പകർന്നിരിക്കാൻ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ശുശ്രൂഷ, ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ, കർത്താവെ നിരപ്പിൻ്റെ ശുശ്രൂഷ ലോകത്തിലെത്തിക്കുവാൻ എല്ലാ നിലയിലും കർത്താവ് ഞങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപ, അവിടുത്തെ അനുഗ്രഹം, അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനാൽ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിച്ചാട്ട്. പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് ഈ വിശുദ്ധ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളെയും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ദൈവസ്നേഹം, ദൈവിക ഭയം, ദൈവഭയം, കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ തീക്ഷ്ണത എല്ലാത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ശക്തന്മാരായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഈ മനോഹര ദിവസം ഇന്ന് ലോകം മുഴുവനും ഈസ്റ്റർ പെരുന്നാളായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഉയർപ്പ് പെരുന്നാളായിട്ട്, ഉയർപ്പ് ഞായറാഴ്ചയായിട്ട് കൊണ്ടാടുന്ന ഒരു ദിവസമാണെന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ വാസ്തവമായിട്ട് എന്താണ് ഉയർപ്പെന്ന് മനസ്സിലാക്കുവാനും എന്താണ് കാൽവറിയിലൂടെ കർത്താവ് നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തി എന്ന് മനസ്സിലാക്കുവാനും അങ്ങനെ അനുദിനവും ദുഃഖവെള്ളിയാഴ്ചയും എല്ലാ ദിവസങ്ങളിലും ഉയർപ്പ് പെരുന്നാളും ഒക്കെ ആഘോഷിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ആത്മീക കാഴ്ചപ്പാടിനായിട്ട്, തന്നിരിക്കുന്ന വലിയ വെളിപ്പാടിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും ദൈവം നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ ഉള്ളിൽ ഓരോ ദിവസവും ജീവിക്കുന്നു. ഞാൻ അതിനായിട്ട് എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന വലിയ കാഴ്ചപ്പാട്. ഇന്ന് ക്രിസൻറ്റം ആക്ച്വലി എന്താണ് ദുഃഖവെള്ളിയാഴ്ചയിൽ നടന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഉയർപ്പ് ഞായറാഴ്ചയിൽ നടന്നത് എന്ന് ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ വാസ്തവമായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ചെറിയ ശേഷിപ്പിനെ ദൈവം എക്കാലത്തും കർത്താവിന് വേണ്ടി വേർതിരിച്ചിട്ടുണ്ട്. ആ ഒരു ശേഷിപ്പിൻ്റെ ഭാഗമായി തീരുവാൻ, കൃപയാൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു ചെറിയ കൂട്ടത്തിൽ ഒന്നിച്ച് ആയിത്തീരുവാൻ ദൈവം നമുക്കെല്ലാം ഭാഗ്യം തന്നതോർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. റോമാലേഖനത്തിൽ പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കുവാൻ ഈ മർമ്മം അല്ലെങ്കിൽ ഈ രഹസ്യം നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷിൽ അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. റോമലേഖനം 11:25 For I would not, brethren, that you should be ignorant of this mystery, lest you should be wise in your own conceit. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കാൻ ഈ മർമ്മം നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ക്രിസൻറ്റത്തിൽ, ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിഭാഗം, ഏറ്റവും വലിയ ഗ്രൂപ്പ് ഏതാണെന്നറിയാമോ? ഈ മർമ്മം അറിയാത്തവരാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സഹോദരന്മാരെ, ഈ മർമ്മം നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ മർമ്മം അറിയാവുന്നവർ വളരെ ചുരുക്കം പേരെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സാത്താന് അനേകരുടെ കണ്ണ് മൂടി ഈ സത്യം അവർക്ക് മറച്ചിട്ട്, ഈ മിസ്റ്ററി അവർക്ക് മറച്ചിട്ട്, സത്യവചനത്തിൽ നിന്ന് വളരെ അനേക ഘാതങ്ങൾ ജനത്തെ മാറ്റിക്കൊണ്ടു പോയിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ജനം ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്നുണ്ട്, ഉയർപ്പ് പെരുന്നാൾ ആചരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത് പോലെ ഇതെല്ലാം അവിടെ നടക്കുമ്പോൾ തന്നെ ദൈവം അവരോട് പറയുക, നിങ്ങൾ എൻ്റെ പ്രാകാരങ്ങളിൽ വരുന്നത് എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസിയും നിങ്ങളുടെ യാഗങ്ങളും നിങ്ങളുടെ പെരുന്നാളുകളും എനിക്ക് മടുത്തുപോയി, എനിക്കത് സഹിച്ചുകൂടാ. അവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ വിട്ട് പുറകോട്ട് മാറിപ്പോയി. അവരുടെ ഇടയിൽ എല്ലാ ക്രമങ്ങളും ഉണ്ട്, ആലയവും ആരാധനയും ആചാര്യന്മാരും എല്ലാ സംഗതികളും ഉള്ളപ്പോഴും ദൈവം പറയുക, നിങ്ങളുടെ യാഗങ്ങളും നിങ്ങൾ എൻ്റെ സന്നിധിയിൽ എൻ്റെ പ്രാകാരത്തിൽ വരുന്നത് എനിക്ക് സഹിച്ചുകൂടാ. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ച് അങ്ങനെ പറയാതിരിക്കാൻ, വാസ്തവം എന്താണെന്ന് മനസ്സിലാക്കി കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ചില കാര്യങ്ങൾ ക്രൂശീകരണത്തിനോടുള്ള ബന്ധത്തിൽ, ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ ഒന്ന് ഓർപ്പിച്ച് ആ
ക്രൂശിന് നന്ദി പറയുവാനാണ് ഇന്ന് പകലിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു മെസ്സേജ് പറയുവാനായിട്ടല്ല, അല്പ ദിവസം നമുക്ക് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട്. നമുക്ക് എല്ലാവർക്കും ഈ ഒരു വിശേഷ ദിവസം ഇന്ന് ലോകം മനസ്സിലാക്കിയിരിക്കുന്ന ഈ ദിവസത്തിൽ അതിൻ്റെ ആ ഒരു പ്രാധാന്യം എന്താണെന്ന് വാസ്തവമായിട്ട് മനസ്സിലാക്കി കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. ആദാമ്യ പാപത്തിൻ്റെ പരിഹാരം നടക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച ആ രക്ഷണ പ്രവൃത്തിയിലൂടെയാണ്. കർത്താവിൻ്റെ കാൽവറി ക്രൂശാണ് സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരമായിരിക്കുന്നത്. ആദമിനെ ദൈവം ഏദൻ തോട്ടത്തിൽ സൃഷ്ടിക്കുന്ന നാൾ മുതൽ ഇനി 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമുള്ള വെള്ള സിംഹാസനം വരെയുള്ള സകല മാനവരാശിയുടെയും, ആദം മുതൽ വെള്ള സിംഹാസനം വരെയുള്ള സകല മാനവരാശിയുടെയും പാപത്തിൻ്റെ പരിഹാരം നടക്കുന്നത് കർത്താവ് ഈ കാൽവറിയിൽ നിവർത്തിച്ച പരമയാഗത്തിലൂടെയാണ്. അതറിയാവുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ ക്രൂശ് വരെ അത് വെളിപ്പെട്ടിരുന്നില്ല, അത് ജനം അറിഞ്ഞിരുന്നില്ല. മശിഹ ലോകത്തിലേക്ക് വരുമെന്നും കർത്താവ് കഷ്ടം അനുഭവിക്കുമെന്നും ഈ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണെന്നും എല്ലാം ജനത്തോട് പറഞ്ഞിരുന്നുവെങ്കിലും അവർക്ക് വാസ്തവമായിട്ട് കർത്താവ് കാൽവറിയിൽ യാഗമാകുന്നതിനെക്കുറിച്ചും ആ യാഗത്തിൽ കൂടി അവരുടെ പാപങ്ങൾ മോചിക്കുമെന്നും ഒക്കെയുള്ളൊരു വ്യക്തമായ അറിവ് അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവം അവർക്ക് പല കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ കൊടുത്തിരുന്നു, പല യാഗങ്ങളും വഴിപാടുകളും ഒക്കെ നിവർത്തിക്കുവാനായിട്ട്. കാര്യം അവരുടെ ആ ഒരു വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം തെളിയിക്കുവാനായിട്ട് അവരുടെ പ്രവൃത്തിയിൽ കൂടി അത് തെളിയിക്കണമായിരുന്നു. അതിനുവേണ്ടി ദൈവം പല കാര്യങ്ങളും അവർക്ക് കൽപ്പിച്ചു കൊടുത്തിരുന്നു. എന്നാൽ കാൽവറി ക്രൂശിന് ശേഷവും ചുരുക്കം ചില നാളുകൾ അവർക്ക് ആ വിഷയം വാസ്തവമായിട്ട് മനസ്സിലായിരുന്നില്ല. അവർ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നില്ല. കാര്യം അതിന് മുൻപുണ്ടായിരുന്ന ആ രക്ഷാപദ്ധതി തന്നെയാണ് അതിന് പിൻപും അവർ പിൻചെന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ക്രൂശിന് ശേഷം, അല്ലെന്നുണ്ടെങ്കിൽ ആ കാൽവറി യാഗത്തിന് ശേഷം അടുത്തൊരു യാഗത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ലാത്തതിനാൽ പുരോഹിതൻ്റെ ആവശ്യമില്ല. ഈ പുരോഹിതൻ്റെയും യാഗത്തിൻ്റെയും ആവശ്യമില്ലാത്തതിനാൽ ആക്ച്വലി ആലയത്തിൻ്റെ ആവശ്യമില്ല. കാര്യങ്ങൾ അങ്ങനെ മാറി വരികയാണ്. എബ്രായ ലേഖനത്തിൽ അതിൻ്റെ എല്ലാം വെളിപ്പാടുകളും തെളിവുകളും ഒക്കെ സഹിതം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്നാൽ ആ ക്രൂശ് കഴിഞ്ഞ ആ പ്രാരംഭ മാസങ്ങളിൽ, ആണ്ടുകളിൽ, ആ പ്രാരംഭ സമയങ്ങളിൽ ഈ കാൽവറി ക്രൂശിൻ്റെ ഒരു പ്രത്യേകത, അതിലൂടെ നടന്ന ആ ഒരു രക്ഷണീയ പ്രവൃത്തി അത് അന്ന് വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് ദൈവം കൽപ്പിച്ചു കൊടുത്തിരുന്ന ഒരു മാർഗമായിരുന്നു മാനസാന്തരപ്പെട്ടവർ ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുക. അങ്ങനെയുള്ളവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുകയും വിശുദ്ധിയോട് വേർപാടോടെ ജീവിക്കുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങൾ അവരുടെ മേൽ പകരപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് കർത്താവും അവരോട് പറയുന്നത്, നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുകയും. മനസ്സിലാകുന്നുണ്ടോ? അവരോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു കാലഘട്ടം. എന്നാൽ അതിനുശേഷം കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച ആ രക്ഷണീയ പ്രവൃത്തി എന്താണെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ഒരു അപ്പോസ്തലനെ വിളിക്കുകയും തനിക്ക് ആ ഒരു വലിയ വെളിപ്പാട് ദൈവം തന്നെ സ്വർഗത്തിൽ നിന്ന് തുറന്നു കൊടുക്കുകയും ചെയ്യുകയാണ്. അത് താൻ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. ഏകദേശം അപ്പോസ്തല പ്രവൃത്തികൾ 9 മുതൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന അടുത്ത 13 ലേഖനങ്ങൾ, റോമാലേഖനം മുതൽ ഫിലമോൻ എഴുതിയിരിക്കുന്ന ലേഖനം വരെ അപ്പോസ്തലനായ പൗലോസിൽ കൂടി ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്വർഗീയ മർമ്മമാണത്. അതിനെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ മർമ്മം നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്ത് മർമ്മമാണ്? അതാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തി. ആ ക്രൂശിൻ്റെ മഹത്വം എന്താണ്? ആ ക്രൂശിൽ വിശ്വസിക്കുന്നവർ ഏവർക്കും രക്ഷ ലഭിക്കുന്ന ഒരു ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, കർത്താവിൻ്റെ കരുണ കാലഘട്ടം എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. ആ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിയുമ്പോൾ സകല മനുഷ്യർക്കും, ആ കാലഘട്ടത്തിൽ സകല മനുഷ്യർക്കും രക്ഷിക്കപ്പെടാവുന്ന ഒരു പ്രത്യേക ഗ്രേസ് പീരീഡ് ഓപ്പൺ ആയിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിനെയാണ് ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്. ആ കാലഘട്ടം തീരും എന്ന് റാപ്ചറോടുകൂടി, അതായത് അതിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കുന്ന സഭ ഇവിടുന്ന് ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ ആ കാലഘട്ടം തീരുകയും അതിനുശേഷം ദൈവം വീണ്ടും കൈവിടപ്പെട്ട യഹൂദനെ റീസ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ആരംഭിക്കും. അന്നും അവരോട് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും
പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചും കൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് അവർ വീണ്ടും തിരികെ വരും. പത്രോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവർത്തികൾ 2 പ്രസംഗിക്കുന്ന അതേ പ്രസംഗം, അതായത് നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് അവർ വീണ്ടും മടങ്ങി വരും എന്ന് നമ്മുടെ ഈ കാലഘട്ടം കഴിയുമ്പോൾ, അല്ലെങ്കിൽ സഭയുടെ ഈ കാലഘട്ടം കഴിഞ്ഞ് റാപ്ചറിൽ നാം ചേർക്കപ്പെട്ട് നാം സ്വർഗ്ഗസ്ഥലങ്ങളിൽ ചേർക്കപ്പെട്ടതിന് ശേഷം അവരെ റീസ്റ്റോർ ചെയ്യുന്ന ഒരു പദ്ധതി വീണ്ടും പുനരാരംഭിക്കും. അന്ന് ദൈവത്തിൻ്റെ ഒരു ഡയറക്റ്റ് ഇടപെടൽ ഭൂമിയിൽ ഉണ്ടാകും. അന്ന് മോശയെയും ഏലിയാവിനെയും ഒക്കെ ദൈവം തന്നെ ലോകത്തിലേക്ക് അയക്കും. അവരുടെ ഇടയിൽ നിന്ന് 1,44,000 പേരെ ദൈവം ശുദ്ധീകരിച്ച് അഭിഷേകം ചെയ്ത് അവരുടെ മധ്യത്തിൽ ഉപയോഗിക്കും. ചില ദൂതന്മാർ ആകാശത്തിൽ കൂടി പറന്ന് നടന്നുകൊണ്ട് അവരോട് ആ അന്ത്യകാലത്തെ രാജ്യത്തിൻ്റെ സുവിശേഷം വീണ്ടും അറിയിക്കും. അതിനുശേഷം കർത്താവ് രാജാവായി ലോകത്തിലേക്ക് വരികയും അവരുടെ വാഗ്ദത്ത പ്രകാരം ആ വാഗ്ദത്ത കനാനിൽ അവർ കടക്കുകയും 1000 ആണ്ട് ഒരു രാജാവ് അതിന് നിത്യം വാഴും എന്ന് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം പോലെ ആ സ്വർഗരാജ്യത്തിൽ കർത്താവ് അവരോടൊപ്പം ആയിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അവർ കടക്കുവാനായിട്ടിടയാകും. അതിൻ്റെ അവസാനത്തിൽ സ്വർഗത്തിൽ നിന്നും മണവാട്ടിയെ പോലെ അലങ്കരിച്ച ആ 12 ഗോപുരങ്ങളും 12 ഗേറ്റുകളും 12 മതിലുകളും പട്ടണങ്ങളും ഒക്കെയുള്ള അതിമനോഹരമായ ആ സ്വർഗീയ ഭവനം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അവരതിൽ നിത്യം വസിക്കുകയും ചെയ്യും. അന്ന് നാം സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം സ്വർഗത്തിലായിരിക്കും. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഈ കാര്യങ്ങളുടെ എല്ലാം നിവർത്തീകരണം ഉണ്ടാകുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലാണ്. ഹല്ലേലൂയ. ആ കാൽവറി ക്രൂശാണ് ഉലകം സൃഷ്ടിച്ചതെന്ന് നമുക്കറിയാം. 6000 വർഷങ്ങൾക്ക് മുമ്പാണ്, റഫ്ലി റൗണ്ട് അബൌട്ട് 6000 വർഷങ്ങൾക്ക് മുൻപാണ് ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്നത് എന്ന് നമുക്കറിയാം. ഉലകം സൃഷ്ടിക്കുന്നത് അന്നല്ല, അതിനൊക്കെ ആയിരക്കണക്കിന് 10,000 ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. വളരെ വിശദീകരിക്കേണ്ട വിഷയങ്ങളാണെങ്കിലും സഭായോഗത്തിൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ 1-ാം ദിവസം സൃഷ്ടിച്ചു, സന്ധ്യയായ ഉഷസ്സുമായി 2-ാം ദിവസം, 2-ാം ദിവസത്തിൽ കാര്യങ്ങൾ ദൈവം സൃഷ്ടിക്കുന്നു, സന്ധ്യയായ ഉഷസ്സുമായി 3-ാം ദിവസം എന്നൊക്കെ പറയുന്നത് ഈ 24 hours ഒരു കാലഘട്ടത്തെ അല്ല പറയുന്നത്. കാര്യം 4-ാമത്തെ ദിവസമാണ് കർത്താവ് സൂര്യനെ സൃഷ്ടിക്കുന്നത് തന്നെ. ഭൂമി സൂര്യനെ ചുറ്റുന്നത് കൊണ്ടാണ് ഈ 24 hours ഉണ്ടാകുന്നത്, രാത്രിയും പകലും ഉണ്ടാകുന്നത് തന്നെ. സൂര്യനെ സൃഷ്ടിച്ചത് 4-ാമത്തെ ദിവസമാണ്. 1, 2, 3 ദിവസം പിന്നെ എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊരു വലിയ വിഷയമാണ്. അപ്പോൾ നമുക്ക് ഈ 24 മണിക്കൂറിൻ്റെ ഒരു സന്ധ്യയായ ഉഷസ്സുമായി എന്ന് പറയുന്നൊരു കാലഘട്ടമല്ല ആക്ച്വലി ഇവിടെ റെഫർ ചെയ്തിരിക്കുന്നത്. ഒരു വലിയ വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒത്തിരി വീഡിയോകൾ നമ്മൾ ഇതിന് മുൻപ് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ആദം മുതൽ ഇന്ന് വരെ നമുക്ക് ഏകദേശം ഒരു 6000 വർഷത്തെ കാലഘട്ടമാണ് പറയാനുള്ളത്. എങ്ങനെ അത് പറയാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവചനത്തിൽ തന്നെ നമുക്കതിന് രേഖയുണ്ട്. ആദം ഇത്ര നാൾ ജീവിച്ചിരുന്നു, ആദാമിൻ്റെ ശേഷം തൻ്റെ തലമുറ അവരിത്ര നാൾ ജീവിച്ചിരുന്നു, അതിനുശേഷം അവരുടെ തലമുറ അവരിത്ര നാൾ ജീവിച്ചിരുന്നു. അതിനെല്ലാം വളരെ വംശാവലിയും കണക്കുകളും കാര്യങ്ങളും നമുക്ക് ഇതിനകത്തിൽ തന്നെ ലഭിക്കുന്നുണ്ട്. തിരുവചനത്തിൽ തന്നെ ഒരു നല്ല അളവിൽ ഒരു ഓൾമോസ്റ്റ് നല്ലൊരു അളവിൽ അതിനൊരു ആക്യുറസി ലഭിക്കുന്ന രീതിയിൽ നമുക്ക് കണക്ക് പറയാൻ പറ്റും. 6000 വർഷത്തെ ഹിസ്റ്ററി ഒരു റഫ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ആദം മുതൽ നോഹ വരെ 1000 വർഷമായിരുന്നു. ആ നോഹ മുതൽ അബ്രഹാം വരെ റഫ്ലി റൗണ്ട് അബൌട്ട് 1000 വർഷമായിരുന്നു. നിങ്ങൾക്കൊന്ന് കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് ഞാൻ പറയാം. ആക്ച്വലി ഒരല്പം വ്യത്യാസമുണ്ടെങ്കിലും റൗണ്ട് അബൌട്ട് 1000 വർഷമാണ്. അബ്രഹാമിന് ശേഷം മോശ വരെ 1000 വർഷമാണ്. മോശ മുതൽ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വരുന്നത് വരെ 1000 വർഷമാണ്. മനസ്സിലായോ? 1000 നോഹ വരെ, അബ്രഹാം വരെ 2000, മോശ വരെ 3000, കർത്താവായ യേശു ക്രിസ്തു വരെ 4000. ഇനി യേശു ക്രിസ്തു മുതൽ ഇന്ന് വരെ 2000 വർഷമാണ്. ഇതാണ് ടോട്ടൽ ഒരു 6000 years ഹിസ്റ്ററിയാണ് ആദാമിനെ സൃഷ്ടിച്ച നാൾ മുതൽ ഇന്ന് വരെ നമുക്ക് പറയാനുള്ളത്. എന്നാൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാലഘട്ടത്തിൽ സകല മാനവരാശിയുടെയും പാപത്തിൻ്റെ പരിഹാരം നടക്കുന്നത് കാൽവറി ക്രൂശിലാണ്. സ്വർഗം കാലാകാലങ്ങളായിട്ട് സ്വർഗത്തിൽ ഏറ്റവും സ്വർഗം കണ്ടിരിക്കുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതിനേക്കാൾ വലിയ അതിമഹത്തായ ഒരു കാര്യം സ്വർഗത്തിൽ കൂടെ നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ സകലത്തിൻ്റെയും പരിഹാരമായിട്ട് നമുക്ക് വേണ്ടി യാഗമായി തീരുകയാണ്. അതിൻ്റെ മഹത്വം എന്തായിരുന്നുവെന്ന് മാനവരാശി കുറഞ്ഞ പക്ഷം ക്രിസ്ത്യാനിയെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വാസ്തവമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക.
ആ ക്രൂശിലാണ് നമ്മയെല്ലാം ദൈവം വീണ്ടെടുത്തിരിക്കുന്നത്. ആ ക്രൂശിലൂടെ നടന്നിരിക്കുന്ന ആ ദൈവപ്രവർത്തിക്കായിട്ട് ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പാപം അറിയാത്തവനെ കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീരുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം, 2 കൊരിന്ത്യൻസ് 5-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയുകയാണ്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൻ്റെ പാപവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി നിത്യ നരകാഗ്നിയിൽ നാം പോകേണ്ടുന്നതായിരുന്ന നമ്മുടെ പാപത്തിൻ്റെ പ്രതിഫലമായിട്ട് നാം പാപത്തിൻ്റെ ഫലമായിട്ട് നാം ചെന്ന് ചേരേണ്ടിയിരുന്ന ആ നിത്യ നരകാഗ്നിയിൽ നാം പതിക്കാതിരിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു പാപം അറിയാത്തവനെ നാം ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഈ ലോകത്തിൻ്റെ പാപവും ആ കുഞ്ഞാടിൻ്റെ മേൽ ചുമത്തപ്പെടുകയാണ്. പാപം അറിയാത്തവൻ, ഒരു പാപവും അറിയാത്തവൻ, ഹല്ലേലൂയ, ഈ ലോകത്തിൻ്റെ പാപവും എൻ്റെയും നിങ്ങളുടെയും സകല മാനവരാശിയുടെയും പാപം കർത്താവിൻ്റെ മേൽ ഓരോന്നോരോന്നായിട്ട് ചുമത്തി നാം എല്ലാവരും നിത്യ നരകാഗ്നിയിൽ സാത്താന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന നിത്യ നരകാഗ്നിയിൽ പോകാതിരിക്കുവാൻ നമുക്ക് പകരമായി കർത്താവ് ആ ദൈവ കോപാഗ്നിയിൽ നമുക്ക് പകരം വെന്തുരുകുകയാണ്. പാപം അറിയാത്തവനെ ദൈവം സകല പാപവും അവൻ്റെ മേൽ ചുമത്തി. എന്തിന്? നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്, അവനിൽ കൂടി നാം ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നീതിമാനെന്ന് ദൈവം എണ്ണേണ്ടതിന്, ആ ഒരു ഇമ്പ്യൂട്ടഡ് റൈച്ചിയസ്നെസ്, ആ ഒരു ദൈവിക നീതി യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിക്കേണ്ടതിന്, കർത്താവിൻ്റെ ആ അനുസരണത്തിൽ കൂടി അതിലെ വിശ്വാസത്താൽ നീതീകരണം നമുക്ക് ലഭിക്കേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം സകല പാപവും അവൻ്റെ മേൽ ചുമത്തി അവനെ പാപമാക്കി. എന്തിന്? നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ വെന്ത് ഉരുകുകയാണ്. ഈ ഗുഡ് ഫ്രൈഡേ എന്താണെന്നും ഈസ്റ്റർ സൺഡേയിൽ എന്താണ് നടന്നതെന്നുമൊക്കെ ക്രിസ്ത്യാനി വാസ്തവമായിട്ടൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ഹിമാലയൻ ക്ലെൻസിങ്ങാണ് നടക്കാൻ പോകുന്നത്. ഒരു ഹെർക്കൂലിയൻ ചേഞ്ചാണ് ക്രിസ്ത്യൻഡത്തിൽ നടക്കാൻ പോകുന്നത്. എത്ര ഭയങ്കരമായ ഒരു സംഗതിയാണ് ആ കാൽവറി ക്രൂശിൽ നടന്നിരിക്കുന്നതെന്നറിയാമോ? നമുക്കിന്ന് അതിനെക്കുറിച്ച് ഒരു കാര്യവും അറിയത്തില്ല. നമുക്ക് ആകെ അറിയാവുന്നത് കർത്താവ് കാൽവറിയിൽ മരിച്ചു എന്നാണ്. നമ്മൾ പോലീസുകാരൻ ശവത്തിന് കാവലിരിക്കുന്നത് പോലെ അന്ന് താടിക്ക് കൈയും കൊടുത്ത് കഞ്ഞിയും കുടിച്ച് മലയും കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അടുത്ത ദിവസം നമ്മൾ അടിച്ചു പൊളിച്ച് ഈസ്റ്റർ സൺഡേ, ഉയർപ്പ് ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കുന്നു. ആക്ച്വലി എന്താണ് നടന്നതെന്ന്, ക്രൂശിൻ്റെ മഹത്വം എന്താണെന്നോ അതിൻ്റെ ഒരു 1000-ൽ 1 നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ നാം തുള്ളിച്ചാടി കർത്താവിനെ സന്തോഷിച്ചേനേയും സ്തുതിച്ചേനെ. ഇന്ന് ആക്ച്വലി കാൽവറിയിൽ കർത്താവ് തകർക്കപ്പെട്ടത് ഓർക്കുമ്പോൾ നാം അവൻ്റെ പാദപീഠത്തെങ്കിൽ വീണ് സാഷ്ടാംഗം ആ പാതാര വൃന്ദങ്ങളിൽ വീണ് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും അതിൽ സന്തോഷിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ട ദിവസമാണ്. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഉയർപ്പിൻ ഞായറാഴ്ചയേക്കാൾ നമ്മൾ സന്തോഷിക്കേണ്ടത് ഗുഡ് ഫ്രൈഡേയിലാണ്. ഗുഡ് ഫ്രൈഡേ എന്നൊക്കെ ഞാൻ പറയുന്നത് ഈ നമ്മൾ ആരാധിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഈ ദിവസങ്ങളെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. അതെല്ലാം പാഗൻ മതത്തിൽ നിന്നും വന്നു ചേർന്നിരിക്കുന്ന ആരാധനകളാണ്. ഞാൻ പറയുന്നത് അനുദിനവും കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ട ആ ഒരു വലിയ സംഭവം അതോർത്തിട്ട് നമ്മളിങ്ങനെ താടിക്ക് കൈ കൊടുത്ത് ദുഃഖിച്ചിരിക്കേണ്ടുന്ന ദിവസമല്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മെ വീണ്ടെടുത്ത ദിവസമാണ്. നാം നിത്യ നരകാഗ്നിയിൽ നിത്യം പോകാമായിരുന്ന ഇടത്ത് നിന്ന് എല്ലാ ആനന്ദത്തോട് കർത്താവ് നമ്മളെ സ്വർഗത്തിൽ ദൈവ സാന്നിധ്യത്തിൽ സ്വർഗത്തിലാക്കി വയ്ക്കുവാൻ നമ്മളോട് കരുണ കാണിച്ച് നമ്മളെ വീണ്ടെടുത്ത് അതിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുവാൻ രക്ഷാ പദ്ധതി ഒരുക്കിയ ഒരു അതിഭയങ്കരമായ ദിവസമാണ്. അത് ഈ ലോകം സൃഷ്ടിച്ചതിൽ, സ്വർഗം സൃഷ്ടിച്ചതിൽ, ഈ സ്വർഗം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ദിവസമാണ്. ഞാനത് എപ്പോഴും പറയാറുണ്ട്. ഈ ഉലകം സൃഷ്ടിച്ച നാൾ മുതൽ ദൈവം ഇടപെട്ടിരിക്കുന്നതിൽ ഏറ്റവും വലിയ ഇടപെടിയിലാണ് കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെട്ട ആ ദിവസം എന്ന് പറയുന്നത്. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതിൻ്റെ മഹത്വം മനസ്സിലാക്കി കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒന്നിച്ച് ഈ ദിവസങ്ങളിൽ കർത്താവിനെ സ്തുതിക്കുവാൻ, കാൽവറി ക്രൂശിന് നന്ദി പറയുവാൻ. കാര്യം അതിമഹത്തായ ഒരു വലിയ സംഭവമാണ് ആക്ച്വലി കാൽവറി ക്രൂശിൽ കൂടി നിറവേറിക്കൊണ്ടിരിക്കുന്നത്.
സ്വർഗം ഉലക സ്ഥാപനം മുൻപ് മുതലേ സ്വർഗത്തിൽ പ്ലാൻ ചെയ്തിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അതിൻ്റെ നിറവേറലാണ് ആക്ച്വലി കാൽവറി ക്രൂശിൽ കൂടെ നടക്കുന്നത്. നമ്മളതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്കത് എന്താണെന്ന് വാസ്തവത്തിൽ അറിയാത്തത്. ഉലക സ്ഥാപിക്കുന്നതിന് മുമ്പ്, അതായത് ആദമിനെയും ഹവ്വായെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ഈ ഉലകം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ സ്വർഗത്തിൽ ദൈവം പ്ലാൻ ചെയ്തിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീരുമെന്നുള്ളത്. ആ പദ്ധതിയുടെ നിവർത്തീകരണം നടക്കുക. അതിന് വേണ്ടിയിട്ടാണ്, അതിന് കർത്താവ് ലോകത്തിൽ വരുമ്പോൾ ഏത് ശരീരം ലഭിക്കണം, ആ കാൽവറി ക്രൂശിൽ യാഗമായി തീരുവാൻ ഏത് ശരീരം ലഭിക്കണം, ആ ശരീരത്തിൻ്റെ ആകൃതി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദമിനെ സൃഷ്ടിക്കുന്നത് തന്നെ. ആദമിനെ സൃഷ്ടിക്കുമ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാം എന്നാണ്. ആരാ വരുവാനുള്ളത്? കർത്താവായ യേശു ക്രിസ്തു. അതിൻ്റെ പ്രതിരൂപം ആരായിരുന്നു? ആ രൂപത്തിലാണ് ആദാമിനെ സൃഷ്ടിച്ചതെന്ന് പറയുക. അതായത് ആദമിനെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ ഈ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീരുവാൻ സ്വർഗം പദ്ധതി ഇട്ടിരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഉലക സ്ഥാപനം മുന്നമേ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്തിൽ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് കർത്താവ് ലോകത്തിൽ വന്നു, റോമൻ പട്ടാളക്കാർ കർത്താവിനെ പിടിച്ചു, കർത്താവിനെ ക്രൂശീകരിച്ചു, യഹൂദ ജനം അതിനു വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. ഹല്ലേലൂയ. ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ സ്വർഗത്തിൽ പ്ലാൻ ചെയ്തിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയുടെ നിറവേറലാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഒരു സീരിയസ്നെസ്സും അതെന്തിനു വേണ്ടി നിറവേറുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതൊന്നും മനസ്സിലാക്കുന്നത് തന്നെ അനുഗ്രഹമാണ്. കാര്യം ദൈവം മനുഷ്യനോട് ഇടപെട്ടതിലെ ഏറ്റവും അതിഭയങ്കരമായ ഇടപെടലാണ്. സ്വർഗത്തിലെ ദൈവം സൃഷ്ടിച്ചതിലെ ഏറ്റവും സൃഷ്ടികളിൽ പ്രധാനമായിട്ട് ഏറ്റവും അതിമഹത്തായിട്ട് ദൈവം സൃഷ്ടിച്ചിരുന്നത് സാത്താനെയാണ്, ലൂസിഫറിനെ. അവൻ്റെ നിഗളം കാരണം ദൈവം അവനെ സ്വർഗത്തിൽ നിന്ന് വെട്ടിക്കളയുക. സ്വർഗത്തിലെ അവൻ്റെ നിഗളം കാരണം സ്വർഗത്തിലെ സകല സൃഷ്ടികളും, ദൈവത്തിൻ്റെ സകല സൃഷ്ടികളും അതിൻ്റെ സ്വസ്ഥാനത്ത് നിന്നും അതിൻ്റെ തേജസ്സിൽ നിന്നും അതിൻ്റെ ആ ഒരു ഉണ്ടായിരുന്ന ആദിയിലെ അനുഭവത്തിൽ നിന്നും വീണു പോവുക. അതെല്ലാം ശപിക്കപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ബൈബിളിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരിടത്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സകല സൃഷ്ടിയും ദൈവ മക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യത്തിനായിട്ട് കാത്തിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ദൈവപുത്രന്മാരുടെ ആ സ്വാതന്ത്ര്യം, ആ ഒരു ആദിയിലെ അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ തിരിച്ചു കൊണ്ടിരുന്ന ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നാം നിത്യതയിൽ അങ്ങനെ ഒരു അനുഭവത്തിലേക്കാണ് പോകുന്നത്. അന്ന് സകല സൃഷ്ടികൾക്കും വീണു പോയിരിക്കുന്ന ആ തേജസ്സും ആ സ്വർഗീയ അനുഭവങ്ങളും തിരിച്ചു ലഭിക്കുന്നത് ഓർത്ത് സകല സൃഷ്ടിയും ഇന്ന് ഈറ്റുനോവോട് കാത്തിരിക്കുന്ന ഒരു അനുഭവത്തിൻ്റെയൊക്കെ ഒരു വലിയ പരിസമാപ്തിയാണ് ഈ കാൽവറിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അന്നു മുതൽ ആരംഭിച്ചിരിക്കുന്ന ആ പ്രവർത്തികൾക്കൊക്കെ ഒരു പരിഹാരം വരുന്ന രീതിയിൽ കർത്താവായ യേശു ക്രിസ്തു മധ്യ ധരണിയാഴി കടലിൻ്റെ കരയിൽ, ഹല്ലേലൂയ, ആ കാൽവറി ക്രൂശിൽ ആ മൂന്നാണികളിൽ ആകാശത്തിനും ഭൂമിക്കും മീതെ, ആ ആകാശത്തിൻ്റെയും ഭൂമിക്കും മധ്യത്തിൽ നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി കൊണ്ടിരിക്കുക. ആ സ്വർഗത്തിൻ്റെ പ്രമോദമായിരിക്കുന്ന ആ കാൽവറിയിലെ കുഞ്ഞാട് നമുക്ക് വേണ്ടി സ്വർഗം തീരുമാനിച്ചിരുന്ന ആ സ്വർഗീയ പദ്ധതി നിറവേറുകയാണ്. നിങ്ങൾക്ക് ഈ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ് ഈ പയറും കഞ്ഞിയും കുടിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സീരിയസ്നെസ് ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക. ക്രിസ്ത്യൻഡത്തിന് ഇതിനൊരു 1000-1 എന്താണ് കാൽവറി ക്രൂശിൻ്റെ മഹത്വം എന്നൊന്ന് മനസ്സിലായിരുന്നെങ്കിൽ, ആ ക്രൂശിൻ്റെ ഗ്ലോറി എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ആ ക്രൂശിലൂടെ ഒഴുകിയ രക്തത്തിൻ്റെ വില എന്തായിരുന്നു എന്നൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വാസ്തവമായിട്ട് ആഗ്രഹിക്കുക. ദൈവം നമ്മളിതിനായിട്ട് സഹായിക്കട്ടെ. സ്വർഗത്തിലെ ആ സംഭവം അവിടെ നടക്കുമ്പോൾ സ്വർഗത്തിലെ സന്തോഷം, ഹല്ലേലൂയ, അതെല്ലാം പ്ലാൻ ചെയ്തിരുന്നതായിരുന്നെങ്കിലും സ്വർഗത്തിലെ സന്തോഷം അവിടെ നിലയ്ക്കുകയാണ്. സ്വർഗത്തിലെ ഗായക സംഘത്തിൻ്റെ പാട്ട് അവിടെ അവസാനിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് നിശ്ചലമായിരിക്കുക. അവിടുത്തെ ഗായക സംഘം അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ സംഗീതം അല്ലെങ്കിൽ വാദ്യഘോഷങ്ങൾ എല്ലാം അവസാനിക്കുക. സ്വർഗത്തിൻ്റെ പ്രമോദമായവൻ നമുക്കായി കാൽവറിയിൽ യാഗമായി തരിക. പിതാവായ ദൈവം തനിക്ക് നേരെ മുഖം മറയ്ക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൂര്യൻ ഇരുണ്ടു പോയതായിട്ട് നമുക്ക് ബൈബിളിൽ വായിക്കുന്നുണ്ട്. കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെടുമ്പോൾ സൂര്യൻ ഇരുണ്ടു പോകുന്നു, ഭൂമി കുലുങ്ങിപ്പോകുന്നു, ഭൂമി കുലുങ്ങുന്നു, പാറകൾ പിളരുന്നു, മരിച്ചവരുടെയൊക്കെ ശരീരങ്ങൾ, ഹല്ലേലൂയ, പാറകൾ പിളരുന്നു, മരിച്ചവർ ഉയർക്കുന്നു.
സ്വർഗത്തിൻ്റെ പ്രമോദമായവൻ കാൽവറിയിൽ തകർക്കപ്പെടുമ്പോൾ സ്വർഗത്തിലെ സന്തോഷം ഒരു ചില നേരത്തേക്കെങ്കിലും നിശബ്ദമാകുന്നതായിട്ട്, നിശ്ചലമാകുന്നതായിട്ട് നമുക്ക് കാണാം. അവിടുത്തെ ഗായക സംഘത്തിൻ്റെ പാട്ട് നിലയ്ക്കുന്നതായിട്ട്, ഹല്ലേലൂയ, വാദ്യഘോഷങ്ങളെല്ലാം അവസാനിക്കുക. സ്വർഗത്തിലെ സന്തോഷം, സ്വർഗത്തിൻ്റെ പ്രമോദമായവൻ കാൽവറിയിൽ തകർക്കപ്പെടുക, പിതാവായ ദൈവം അവനെ കൈവിടുക. ഹല്ലേലൂയ. ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് അവനെ കൈവിടുന്നത് ഈ ഉലകത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടല്ല, ആകാശത്തെയും ഭൂമി ഒന്നും വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടല്ല, ആദാമ്യ പാപത്തിൻ്റെ പരിഹാരമായിട്ട് എന്നെ നിങ്ങളെ വീണ്ടെടുക്കുവാൻ. ഹല്ലേലൂയ. നമ്മളെ എത്രമാത്രം ദൈവം സ്നേഹിച്ചിരുന്നുവെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുവാനായിട്ട്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സ്വർഗത്തിൻ്റെ പ്രമോദമായവൻ നമ്മുടെ പാപം അവൻ്റെ മേൽ ചുമത്തി നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് കർത്താവ് ആ കാൽവറി കുഞ്ഞാട് നമുക്ക് വേണ്ടി തകർക്കപ്പെടുകയാണ്. സൂര്യൻ ഇരുണ്ടുപോയി. ഹല്ലേലൂയ. ഭൂമി കുലുങ്ങിപ്പോയി, പാറകൾ പിളർന്നുപോയി. വലിയ ഒരു സംഭവം, ആകെ നിശബ്ദത നമുക്ക് കാണാം. കുറ്റിരുട്ട്, ചില മണിക്കൂറുകൾ കുറ്റിരുട്ട് ഭൂമിയിൽ ബാധിച്ചു. സൂര്യൻ ഇരുണ്ടുപോയി. ഹല്ലേലൂയ. കർത്താവ് പിതാവായ ദൈവം തൻ്റെ പുത്രനെ കൈവിടുന്ന ഒരു രംഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടത് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ദ ഡാർലിംഗ് ഓഫ് ഹെവൻ ക്രൂസിഫൈഡ്. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ തകർക്കപ്പെടുന്ന ആ രംഗം. അനേകം കാളകൾ എന്നെ വളഞ്ഞു. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ, അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു, ബുഭുക്ഷയോട് അലർന്ന സിംഹം പോലെ. ഹല്ലേലൂയ. അവരെൻ്റെ നേരെ വായ് പിളർക്കുന്നു, എൻ്റെ കൈകാലുകളെ തുളച്ചു, എൻ്റെ അങ്കിക്കായിട്ട് അവർ ചീട്ടിടുന്നു. ഹല്ലേലൂയ. കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെടുന്ന ആ ഒരു രംഗം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുവാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആക്ച്വലി എന്താണ് ക്രൂസിൽ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ എന്ന് ഞാൻ വാസ്തവമായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ മഹത്വം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ മഹത്വം ഒന്ന് അറിയുന്നത് തന്നെ നമുക്ക് അനുഗ്രഹമാണ്. കാൽവറിയിലൂടെ അതിലെ വിശ്വാസത്താൽ ഇന്ന് ലോകത്തിലെ വേറെ ഒരു സംഗതികൾക്കും അതിനെ റീപ്ലേസ് ചെയ്യുവാൻ കഴിയത്തില്ല. ഈ ഉലകം മുഴുവൻ അതിന് പരിഹാരമാകത്തില്ല. ഹല്ലേലൂയ. കർത്താവ് മാനവരാശിയിൽ ഒരാളായിട്ട് ലോകത്തിൽ വന്ന് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് ആ കാൽവറിയിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കയറി ആ കുഞ്ഞാട് നമുക്ക് വേണ്ടി യാഗമായിരിക്കുക. പ്രൈസ് ഗോഡ്. അതിൻ്റെ സീരിയസ്നെസ്, അതിൻ്റെ അപ്പുറത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്ത് അതിനേക്കാൾ മേലെ നമുക്കൊന്നും ചെയ്യാനില്ല. അത് കർത്താവ് നമുക്ക് വേണ്ടി നിറവേറ്റിയിരിക്കുക. ഈ സകല പാപത്തിൻ്റെയും ഉലകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം കാൽവറിയിൽ നിവർത്തിച്ചിരിക്കുക. എന്നാൽ നമുക്കത് മനസ്സിലാകാത്തിടത്തോളം കാലം, ആത്മാർത്ഥമായിട്ട് അതിൽ വിശ്വസിച്ച് സമർപ്പിക്കാത്തിടത്തോളം കാലം നമുക്കതൊരു പ്രയോജനവും ചെയ്യത്തില്ല. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ബ്രദർ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെട്ടപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പാപത്തിന് പരിഹാരമായല്ലോ. ഞാൻ പറഞ്ഞു, ബ്രദറെ, അങ്ങനല്ല. കർത്താവ് തകർക്കപ്പെട്ടപ്പോൾ പാപത്തിന് പരിഹാരം വരാവുന്ന ഏറ്റവും വലിയ കാര്യം ദൈവം ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ അതിൽ വിശ്വസിക്കണം. കർത്താവ് പാപപരിഹാരം വരുത്തിയെന്ന് പറഞ്ഞത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അപ്ലൈ ആകത്തില്ല. അതായത് നമുക്കൊരു അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളൊരു ആൻറ്റിബയോട്ടിക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ആൻറ്റിബയോട്ടിക് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഒരു പ്രയോജനമാകത്തില്ല. അതിനെ എടുത്ത് അതിലെ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് അത് നമ്മൾ ആ ക്രമപ്രകാരം അത് നമ്മുടെ വായിലിട്ട് വെള്ളവും കുടിച്ചു കഴിയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും നമ്മുടെ രക്തത്തിൽ അത് അലിഞ്ഞു ചേർന്ന് നമ്മുടെ രോഗത്തിന് ശമനം ഉണ്ടാകുന്നത് പോലെ കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ്. ആ ദൈവിക പദ്ധതി നിറവേറിയിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പരിപൂർണമായിട്ട് വിശ്വസിക്കാത്തിടത്തോളം കാലം, അതിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാത്തിടത്തോളം കാലം അത് നമുക്കൊരു പ്രയോജനവും ചെയ്യത്തില്ല. അതിലെ പരിപൂർണമായ വിശ്വാസത്താൽ ഇന്ന് നാം രക്ഷിക്കപ്പെടുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം പറയുന്നത്, അവൻ്റെ രക്തത്താൽ, ഹല്ലേലൂയ, അവൻ്റെ രക്തത്തിലെ വിശ്വാസത്താൽ നമ്മുടെ പാപങ്ങളുടെ പരിഹാരം നടക്കുക. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഞാൻ പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കുക. 1-ാം അധ്യായം ഞാൻ സാധാരണ പറയാറുള്ള വാക്യമാണ്, ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കുക. അവിടെ പറയുകയാണ്, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്, പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. എങ്ങനെ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നമുക്കുണ്ട്. അത് നമുക്ക് വേണ്ടി ദൈവം നിറവേറ്റിയിരിക്കുക.
അതാണ് കാൽവറി ക്രൂശിലൂടെ നിറവേറുന്നത്. ദുഃഖ വെള്ളിയാഴ്ചയിൽ നമുക്കൊരു പബ്ലിക് ഹോളിഡേ കിട്ടുകയും നമ്മൾ പള്ളിയിൽ പോവുകയും വളരെ പ്രയാസത്തോടു കൂടി കഞ്ഞിയും പയറും ഒക്കെ കഴിക്കുകയും മല കയറുകയും പിന്നെ ചിലരൊക്കെ ദുഃഖ വെള്ളിയാഴ്ച മറ്റുള്ള വിഭാഗങ്ങളൊക്കെ വേർപെട്ട് പ്രത്യേകം പ്രാർത്ഥനകളൊക്കെ നടത്തി ദുഃഖത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഇതൊക്കെ ഓരോ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നെങ്കിലും വാസ്തവത്തിൽ എന്താണ് ആ ക്രൂശിൽ കൂടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ ദൈവം ഹൃദയം തുറക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ആ കർത്താവ് കാൽവറിയിൽ കൂടി തകർക്കപ്പെടുമ്പോൾ അതിലൂടെ ഒഴുകുന്ന രക്തത്തിൻ്റെ പവർ എന്താണെന്ന് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ആ മധ്യധരണി ആഴി കടലിൻ്റെ കരയിൽ കാൽവറി ക്രൂശിൽ ആ മൂന്ന് ക്രൂശിൽ നടുക്കത്തെ ക്രൂശിൽ ഏറ്റവും ഉയരത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ മധ്യധരണി, ഭൂമിയുടെ മധ്യത്തിൽ, ധരണിയുടെ മധ്യത്തിൽ, മധ്യധരണി ആഴി കടലിൻ്റെ സൈഡിൽ, ഹല്ലേലൂയ, കർത്താവ് ലോകത്തിൻ്റെ നടുവിൽ സകല മനുഷ്യർക്കും കാണാവുന്നതുപോലെ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അതിലെ വിശ്വാസത്താൽ അതിലൂടെ ഒഴുകിയിരിക്കുന്ന രക്തം അത് പവർഫുള്ളാണ്. കർത്താവിൻ്റെ ആ കാൽവറി ക്രൂശ് നിറവേറുമ്പോൾ അതിലൂടെ ഒഴുകിയ രക്തത്താൽ ആ ക്രൂശിന് പുറകോട്ടുണ്ടായിരുന്ന ആ തലമുറകൾ, ആദം വരെയുള്ള തലമുറകൾ, അതിൽ കൂടി കർത്താവിൻ്റെ ആ കാൽവറി ക്രൂശിലെ രക്തത്താൽ, ഹല്ലേലൂയ, അവരുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയാണ്. വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറന്നവർ വെളിയിൽ വരുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. വിശുദ്ധന്മാരെയൊക്കെ അടക്കിയിരുന്നവർ അവരുടെ കല്ലറകൾ പൊളിച്ച് വെളിയിൽ വരുന്ന രീതിയിൽ അതിൻ്റെ പവർ അത്ര ഭയങ്കരമാണ്. ഹല്ലേലൂയ. അത് പാസ്റ്റ് ടെൻസാ, ഭൂതകാലത്ത് നടന്ന കാര്യങ്ങളാണ്. അന്ന് പ്രസന്റ് കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളനോട് പറയുക, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ഹല്ലേലൂയ. ആ രക്തം ആ നടക്കുന്നത് അത് അതിഭയങ്കരമായ ഒരു ദൈവിക പ്രവൃത്തിയാണ്. അതിനുശേഷം ആ കാൽവറി ക്രൂശിലൂടെ തുറന്ന രക്തം അതിന് 2000 വർഷം കഴിഞ്ഞിട്ടും ഇന്ന് എൻ്റെ പാപം മോചിക്കുവാൻ, ഹല്ലേലൂയ, എൻ്റെയും നിങ്ങളുടെയും പാപം മോചിക്കുവാൻ ആ രക്തത്തിന് കഴിയും. അത് പവർഫുള്ളാണ്. അതിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ രക്തത്തിൽ നമുക്ക് വിടുതലുണ്ട്. ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അത് പവർഫുള്ളാണ്. ആ രക്തം കാൽവറിയിലൂടെ ഒഴുകിയ രക്തം പവർഫുൾ രക്തമാണ്. ഹല്ലേലൂയ. അത് യോസഫിൻ്റെ രക്തമല്ല, അത് മറിയയുടെ രക്തമല്ല, അത് പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായതാണ്. ആ പുണ്യാഹ രക്തത്താലാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. നാം ഓരോരുത്തരും ആ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുക. അവനിൽ ആശ്രയിച്ചിട്ട് അവൻ്റെ രക്തത്താൽ നമുക്ക് പാപങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. കാൽവറി യാഗത്തിലൂടെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നാം ഇനി നമുക്കുള്ളവരല്ല, കർത്താവിൻ്റെ, ഹല്ലേലൂയ, ആ ക്രൂശിൽ നമ്മൾ സന്തോഷിക്കുക ചെയ്യണ്ടേ. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നത്, എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. കർത്താവിൻ്റെ ക്രൂശ് എന്ന് പറയുന്നത് നമ്മുടെ പ്രശംസയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ ദൈവം നമ്മെ തെറ്റിച്ച് കളയാവുന്ന ഇടങ്ങളിൽ, നാം വീണു പോകാവുന്ന ഇടങ്ങളിൽ കർത്താവ് ആ പുണ്യ രക്തത്തിൽ ആ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ഹല്ലേലൂയ. ആ സ്നേഹത്തിൽ കർത്താവിനെ സ്തുതിക്കുവാനായിട്ട്, മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ കാൽവറിക്കായിട്ട് നമുക്ക് നന്ദി പറയുവാൻ ഓരോ ദിവസവും ദൈവം സഹായിക്കട്ടെ. ആ കാൽവറി ക്രൂശിലൂടെ ഒഴുകിയ രക്തത്തിനായിട്ട് നന്ദി പറയുവാൻ ദൈവം നമുക്കിടയാകട്ടെ. ആ തുളയ്ക്കപ്പെട്ട കൈകാലുകൾക്കായിട്ട് നമുക്ക് നന്ദി പറയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടികൊണ്ട വിലാപ്പുറത്തിനായിട്ട്, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട വിലാപ്പുറത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയാം. കാൽവറിയിലൂടെ ഒഴുകിയ തങ്ക നിണത്തിനായിട്ട്, ആ പരിശുദ്ധ രക്തത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ, ഈ വിശേഷ ദിവസം ലോകം മുഴുവനും ഉയർപ്പ് പെരുന്നാളായിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദുഃഖവെള്ളിയായിട്ടുമൊക്കെ ആചരിക്കുമ്പോൾ ഒരു ചിലർക്കെങ്കിലും ഈ സാധ്യമൊന്ന് മനസ്സിലായിരുന്നെങ്കിൽ, ഒരു ചില ആലയങ്ങളിലെങ്കിലും, അമ്പരചുംബികളായ ആലയങ്ങൾ, അതിമനോഹരമായ ആഡംബരങ്ങളായ അന്തർമന്ദിരങ്ങൾ, ഒരിക്കൽ പോലും ഈ ക്രൂശിൻ്റെ മഹത്വം എന്താണെന്ന് മുഴങ്ങി കേട്ടിട്ടില്ലാത്ത ആലയങ്ങളും ആചാര്യന്മാരും, ദൈവം വാസ്തവമായിട്ട് ക്രിസ്ത്യൻ്റെത്തോട് മനസ്സലിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഒരു ചിലർക്കെങ്കിലും ഈ ക്രൂശിൽ കൂടെ നടന്ന രക്ഷാപദ്ധതി എന്താണ് എന്ന് മനസ്സിലായെങ്കിൽ എന്ന് ഞാൻ വാസ്തവമായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് അതിനായിട്ട് ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ ക്രൂശനായിട്ട്, തകർക്കപ്പെട്ട ആ ശരീരത്തിനായിട്ട്, ഹല്ലേലൂയ, തുളയ്ക്കപ്പെട്ട കൈകാലുകൾക്കായിട്ട്,
ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നീ യോഗ്യൻ. ഹല്ലേലൂയ. സകല ഭാഷയിൽ നിന്നും, സകല വംശത്തിൽ നിന്നും, സകല ജാതിയിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. നീ മഹത്വത്തിന് യോഗ്യൻ, നീ ആരാധനയ്ക്ക് യോഗ്യൻ. കർത്താവേ, ഞങ്ങൾ നിന്നെ വീണ് വണങ്ങുന്നു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. മഹത്വമേറിയ ദൈവം, ഹല്ലേലൂയ, അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുക. ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ ദൈവം ലോകത്തെ, ഹല്ലേലൂയ, നമ്മെ ക്രിസ്തുവിൽ ദൈവത്തോട് നിരപ്പിക്കുന്ന ഈ കാലത്തിൽ ഇങ്ങനെ ആയിരിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. ഹല്ലേലൂയ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ്. ദൈവം ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ ദൈവത്തോട് തന്നോട് നിരപ്പിച്ചു. ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. അത് പിതാവായ ദൈവം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അംബാസിഡേഴ്സായിട്ട് ഈ ലോകത്തോട് ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അതിനായിട്ട് ദൈവം നമ്മളൊരു പ്രത്യേക ശുശ്രൂഷ, പ്രത്യേക ശക്തി നമ്മുടെ മേൽ പകരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. ക്രൂശിൻ്റെ മഹത്വം എന്താണെന്ന് പ്രസംഗിക്കുവാൻ, ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചിരിക്കുന്നു. ഈ നിരപ്പിൻ്റെ ശുശ്രൂഷയുമായി അനേകരെ കർത്താവിലേക്ക് നേടുവാൻ, ഈ ക്രൂശിൻ്റെ മഹത്വം എന്താണെന്ന് പ്രസിദ്ധമാക്കുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ വലിയ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ എല്ലാവരും ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹീതമായ ദിവസം, വിശേഷാൽ ഈ ഓർമ്മകളാൽ ദൈവം നമ്മളെ വീണ്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. മാറാനാഥ, ഗ്രേസ് ബി വിത്ത് യു. ഹല്ലേലൂയ. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷകാ സ്തുതി നിനക്കെന്നും. ചീറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം. നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം. നന്ദിയോടടി വണങ്ങും. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരുദിനായി. ലഭിക്കും നിശ്ചയം എൻ വിരുദെനിക്കും. ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നു. ദൂതന്മാരുടെ മധ്യത്തിൽ വിശ്വാസത്തോടെ പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നു. ദൂതന്മാരുടെ മധ്യത്തിൽ എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോൾ. നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. രാജൻ മുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി
വേഗം ചേർന്നിടും. എൻ ക്ലേശമാകെ നീങ്ങിപ്പോ അവിടെ എത്തുമ്പോ നിത്യമാം സന്തോഷം പ്രാപിക്കും. അന്നു ഞാൻ എൻ ശത്രുവിനതു എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിയിടും, സാനന്ദം പാടിടും ശ്രീയേശുരാജൻ മുൻപാകെ. ആനന്ദം കൂടിയിടും, സാനന്ദം പാടിടും ശ്രീയേശുരാജൻ മുൻപാകെ. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും. ഓ മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും. ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം. നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം. നന്ദിയോടടി വണങ്ങും. നന്ദിയോടടി വണങ്ങും. നന്ദിയോടടി വണങ്ങും. മനസ്സിലുള്ള സ്വർഗീയ പിതാവായ ദൈവമേ, അങ്ങയുടെ മഹാകരുണയാലെ മഹാസ്നേഹത്താലെ വീണ്ടും സഭയായി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്നു ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനുള്ള കൃപ നൽകി. അനുഗ്രഹിക്കപ്പെട്ട പ്രബോധനങ്ങൾ കേൾക്കുവാൻ, സ്തുസ്തോത്ര ബഹുമാന പുകഴ്ചകളോടെ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന കഴിവിലൂടെ ഞങ്ങളുടെ ആത്മീയമായി ആന്തരിക പുരുഷന്മാരെ ബലപ്പെടുത്തുവാൻ സ്വർഗപിതാവ് അടിയങ്ങളെ ഇടയാക്കിയതിനായി സ്തോത്രം. ഞങ്ങൾ കേവലം കേൾക്കുന്നവരായിട്ടല്ല, ഈ സത്യം ഗേറ്റ് മിനിസ്റ്ററിലൂടെയും ഗ്രേസ് ചർച്ചിലൂടെയും ലോകമെമ്പാടും ആയിരങ്ങൾ ലക്ഷങ്ങൾ കോടിക്കണക്കിന് ജനങ്ങൾ ഈ സത്യം ഗ്രഹിച്ച് ഈ കൂട്ടായ്മയിലേക്ക് വന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും കഴിയുന്ന കർത്താവെ ഉപയോഗമുള്ള പാത്രങ്ങളായി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊന്നും കൃപ കൂടെ ഇരുന്ന് പരിപാലിച്ചതിനായി സ്തോത്രം. ഇതിൻ്റെ എല്ലാ പ്രവർത്തനവും മേലും കൃപ കൂടെ ഇരിക്കണം. കൂടിയിരിക്കുന്ന എല്ലാവരുടെ മേലും ധാരാളമായ കൃപകളെ ചൊരിയണമേ. അടിയങ്ങൾ മുഖാന്തരം അങ്ങയുടെ നാമം മഹത്വപ്പെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തു യേശുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയുണ്ടായി കേട്ടു തിരുമളുമാരായണമേ സ്വർഗീയൻ്റെ പിതാവേ. ആമീൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. വന്ദനം നിനക്കാമേൻ. വന്ദനം നിനക്കാമേൻ.
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധ ആത്മാവിൻ്റെ കൂട്ടായ്മ അടിങ്ങളോട് അടിങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, ലോകമെമ്പാടുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴെപ്പോഴും കർത്താവിൻ്റെ വരവ് വരെയും ഇന്ന് വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ എല്ലാവരുടെയും കൂടെ ഇരിക്കട്ടെ. ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഒരു ആഴ്ചവട്ടക്കാലം മുഴുവനും കർത്താവിൻ്റെ ചിറകടിയിൽ കർത്താവ് പരിപാലിക്കട്ടെ, കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. മാറാനാഥ, ഗ്രേസ് ബി വിത്ത് യു. ഹല്ലേലൂയ. എന്റെ ബലമായ കർത്തനിൻ ശരണമതാകയ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തനിൻ ശരണമതാകയ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സംഗീതം യേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ